തിരുവല്ലയിലെ സ്പായിൽ യുവതി കൂട്ടബലാത്സംഗത്തിനിരയായ സംഭവത്തിൽ 7ാം പ്രതിയും അറസ്റ്റിൽ. തിരുവല്ല മഞ്ഞാടി സ്വദേശി ഷിൻഡോ പി സണ്ണിയാണ് ചങ്ങനാശ്ശേരിയിൽ നിന്ന് പോലീസ് പിടികൂടിയത്. 1ാം പ്രതിയെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് കേസിൽ 7ാമതൊരാൾ കൂടിയുണ്ടെന്ന് പോലീസ് തിരിച്ചറിഞ്ഞത്. CCTV ദൃശ്യങ്ങളിലും ഇയാൾ ഉണ്ടായിരുന്നു. കേസിന്റെ അന്വേഷണത്തിൽ സ്പായിൽ നടന്നത് കൊട്ടേഷനല്ലെന്നും ലക്ഷ്യം ഗുണ്ടാ പിരിവായിരുന്നുവെന്നും പോലീസ് വെളിപ്പെടുത്തിയിരുന്നു. കൂടുതൽ വിവരങ്ങളുമായി കണ്ണൻ ദേവ് ചേരുന്നുണ്ട്. കണ്ണൻ, കഴിഞ്ഞ ദിവസം മുഴുവൻ പ്രതികളും അറസ്റ്റിലായെന്നാണ് പറഞ്ഞത്. 6 പ്രതികളെ കഴിഞ്ഞ ദിവസം തന്നെ പിടികൂടിയിരുന്നു. ഇപ്പോൾ 7ാമത്തെ പ്രതി കൂടി അറസ്റ്റിലായിരിക്കുകയാണ്. എന്തൊക്കെയാണ് ഇത് സംബന്ധിച്ച വിവരങ്ങൾ? മായ, ഈ 1ാം പ്രതി സുബിൻ അലക്സാണ്ടറെ വിശദമായി ചോദ്യം ചെയ്തതിലൂടെയാണ് ഈ കൃത്യത്തിൽ 7ാമതൊരു പ്രതി കൂടി ഉണ്ട് എന്ന കാര്യം പോലീസിന് വ്യക്തമായത്. മാത്രമല്ല, ഈ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിലും ഇത്തരത്തിൽ 7ാമതൊരാളുടെ സാന്നിധ്യം അവർക്ക് പോലീസിന് ലഭ്യമായിരുന്നു. ഇയാൾ ആരാണ്, എന്താണ് എന്നതൊന്നും ആദ്യ സമയത്ത് വ്യക്തമായിരുന്നില്ല. പിന്നീടാണ് ഈ സുബിനെ ചോദ്യം ചെയ്യുകയും അയാൾ വഴി ഇയാളുടെ വിവരങ്ങൾ ലഭിക്കുകയും ചെയ്തത്. ഈ സണ്ണി ഇദ്ദേഹത്തെ ചങ്ങനാശ്ശേരിയിൽ നിന്നുമാണ് പിടികൂടിയത്. ഇദ്ദേഹം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഒളിവിലായിരുന്നു. നേരത്തെ ഈ കേസിലെ 6 പ്രതികളും പിടിയിലായിരുന്നു. ഇതോടെ ഈ കേസിൽ 7 പ്രതികളാണ് ആകെ മൊത്തത്തിൽ പോലീസിന്റെ പിടിയിലായിട്ടുള്ളത്. ഇതോടെ ഈ കേസിന്റെ അന്വേഷണം ഏതാണ്ട് പകുതി പൂർത്തിയായിരിക്കുകയാണ്. ഇനിയിപ്പോൾ കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കേണ്ടതുണ്ട്. മാത്രമല്ല, ഈ കേസിലെ അതിജീവിത പറഞ്ഞതുപോലെ ഈ സ്പായിലെ മറ്റൊരു ജീവനക്കാരി ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നൊരു സംശയം പ്രകടിപ്പിച്ചിരുന്നു. അങ്ങനെയെങ്കിൽ അവരുടെ വിശദമായ മൊഴിയെടുക്കും. മാത്രമല്ല, ഇവരുടെ ആൺസുഹൃത്തിന്റെ അടക്കം വിശദമായ മൊഴിയെടുക്കും. നേരത്തെ ഈ കേസിൽ ഉടമയുടെ ഭാഗത്തു നിന്നും പരാതികളൊന്നും തന്നെ വന്നിരുന്നില്ല. അത് എന്താണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിക്കും. നേരത്തെ ഈ കേസിൽ ഉടമ തന്നെയാണ് ഈ ഗുണ്ടകൾക്കും അതുപോലെ പോലീസിനും ഇത്തരത്തിൽ ഈ സ്പായിലെ ചില അവിശുദ്ധ ബന്ധം ഉണ്ട് എന്ന തരത്തിലൊക്കെ ആരോപണങ്ങൾ ഉയർന്നത്. അത് സംബന്ധിച്ചും വിശദമായ ഒരു അന്വേഷണം നടക്കും. കൃത്യമായി തന്നെ ഇതിലെ തെളിവുകൾ ശേഖരിക്കുകയാണ് പോലീസ്. നേരത്തെ ഈ പോലീസിന്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള ഗുരുതരമായ വീഴ്ചകൾ ഉണ്ട് എന്നതിൽ ഒരു ആഭ്യന്തര അന്വേഷണം തന്നെ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അതും ഇപ്പോഴും നടക്കുന്നുണ്ട്. ഇത്തരത്തിൽ ഏത് പോലീസുകാർക്കാണ് ഇത്തരത്തിൽ ഈ സ്പായ്കളുമായും അതുപോലെ ഗുണ്ടകളുമായും ഒക്കെ ബന്ധമുള്ളത് എന്നത് സംബന്ധിച്ച വിശദമായ ഒരു പരിശോധന തന്നെ നടക്കുകയാണ്. ഏതായാലും ഈ കേസിൽ ഇപ്പോൾ 7 പ്രതികൾ പിടിയിലായിരിക്കുകയാണ്. ഇനി അടുത്തതായി റിമാൻഡ് അടക്കമുള്ള നടപടികളും അതുപോലെ തെളിവെടുപ്പ് അടക്കമുള്ള നടപടികളും ആണ് പോലീസിന്റെ മുന്നിലുള്ളത്. മായ, കണ്ണൻ, ഇത് ഗുണ്ട ആക്രമണം ആണ് എന്ന്, പണപ്പിരിവിനായി എത്തിയപ്പോൾ ഉണ്ടായ ഒരു ആക്രമണമാണ് ഇത്, കൊട്ടേഷൻ അല്ല എന്ന് പോലീസ് തന്നെ പറയുന്നുണ്ട്. പക്ഷേ അതേസമയം തന്നെ യുവതി പറയുന്നു ഇത് ഈ സ്പായിലുള്ള ഒരു ജീവനക്കാരി തന്നെ ഇതിന് ഒത്താശ ചെയ്തു എന്ന് പറയുന്നുണ്ട്. അത്തരത്തിലുള്ള യുവതിയുടെ മൊഴിയൊക്കെ ഉണ്ട്. അപ്പോൾ പോലീസ് ഈ യുവതിയുടെ മൊഴിയെടുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള നടപടികളിലേക്കൊക്കെ കടന്നല്ലോ. കാരണം ഇത്രയും ദിവസമായി ഈ സംഭവം നടന്നതിന് ശേഷം. അതേസമയം തന്നെ ഈ ഉടമ ആദ്യം പറഞ്ഞിരുന്നത് കൊട്ടേഷനാണ് എന്നാണ്. പിന്നീടാണെങ്കിൽ അയാൾ ഒരു പരാതി നൽകാൻ പോലും തയ്യാറായിട്ടില്ല. അപ്പോൾ ഈ കൂടുതൽ അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് നടക്കുക. അപ്പോൾ ഇവരുടെ മൊഴിയൊക്കെ ഉടൻ തന്നെ ഈ പോലീസ് എടുക്കും എന്നാണ് മനസ്സിലാക്കേണ്ടത്. അല്ല, ആ രീതിയിലുമായി ബന്ധപ്പെട്ട അന്വേഷണമൊക്കെ നടക്കുന്നുണ്ടോ? അതേമായ ആദ്യഘട്ടത്തിൽ ഇത്തരത്തിലൊരു ബലാത്സംഗം നടന്നതായോ ഇത്തരത്തിലൊരു ആക്രമണം നടന്നതായോ പരാതി നൽകാൻ ഈ അതിജീവതയോ ഈ ഉടമയോ തയ്യാറായിരുന്നില്ല. രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ പോലീസ് തന്നെ മുൻകൈയെടുത്ത് ഈ കേസിൽ ഈ അതിജീവതയുടെ മൊഴിയെടുക്കുകയും കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തത്. അതിനുശേഷം ഈ അതിജീവതയുടെ മൊഴി ഈ ഉടമയുമായി ബന്ധപ്പെട്ടപ്പോഴും ഇത്തരത്തിലൊരു പരാതി നൽകാൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല. ആദ്യഘട്ടത്തിൽ പോലീസ് ഒരു ഗുണ്ടാപ്പിരിവാണ് എന്ന് തന്നെയാണ് പറഞ്ഞത്. പിന്നീടാണ് ഈ ഉടമ ഇത് തൻ്റെ സ്ഥാപനത്തിനെതിരെയുള്ള മറ്റൊരു സ്ഥാപന ഉടമയുടെ കൊട്ടേഷനാണ് ഇതെന്ന തരത്തിലേക്ക് ആരോപണം ഉയർത്തിയത്. അത് സംബന്ധിച്ച് അത്തരത്തിലുള്ള ആരോപണം ഉയർന്നതുകൊണ്ട് തന്നെ പോലീസ് അത്തരത്തിൽ ഈ കേസ് അന്വേഷിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആദ്യം തന്നെ ഈ കേസിലെ 1ാം പ്രതി മരണം സുബിൻ എന്ന സുബിൻ അലക്സാണ്ടറും ബെർലിൻ ദാസും പിടിയിലായിരുന്നു. അതിനുശേഷം 2 പ്രതികളെ കൂടി പിടികൂടിയെങ്കിലും മറ്റ് 2 പ്രതികളും ഒളിവിലായിരുന്നു. ഇവർ പിന്നീട് കീഴടങ്ങുകയായിരുന്നു. എന്തായാലും ഈ പ്രതികളെയെല്ലാം കൃത്യമായി തന്നെ പോലീസിന് പിടികൂടാൻ കഴിഞ്ഞു. ഈ പ്രതികളെല്ലാം പോലീസിന്റെ വലയിലായതിനു ശേഷമാണ് ഇത്തരത്തിൽ ഈ ഉടമ ഉന്നയിച്ചതുപോലെ ഇതൊരു കൊട്ടേഷൻ അല്ല, ഗുണ്ടാപിരിവ് തന്നെയാണ് എന്ന് പോലീസ് വിശദീകരിക്കുന്നത്. മാത്രമല്ല, അതായത് ഫെബ്രുവരി 1-ാം തീയതി സംഭവം നടക്കുന്ന ദിവസം ഈ പ്രതികൾ സ്പായിലെത്തുകയും ഈ ജീവനക്കാരിയോട് 50,000 രൂപ ഉടമയിൽ നിന്ന് വാങ്ങി തരണമെന്നുമാണ് പറഞ്ഞത്. 3 ലക്ഷം രൂപയാണ് ആദ്യം ചോദിച്ചത്. ആ സമയത്ത് അത് കൊടുക്കാൻ തയ്യാറായില്ല. ഈ 50,000 രൂപയും കൊടുക്കാൻ തയ്യാറാകാതെ വന്നതോടെയാണ് ഈ ജീവനക്കാരിയെ ബലാത്സംഗം ചെയ്യുന്ന നടപടിയിലേക്ക് ഈ പ്രതികൾ കടക്കുന്നത്.
നടക്കുന്നത്. ഒന്നാം പ്രതി സുബിനാണ് പ്രധാനമായും ഈ കുറ്റകൃത്യത്തിൽ ഒന്നാം പ്രതി. അത് ഈ മറ്റ് കൂട്ടാളികൾ ഇവർക്കൊപ്പം നിന്നു എന്നതാണ്. മാത്രമല്ല ഈ സ്പായിലെ ഒരു ജീവനക്കാരിയും ആ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നു. ഇവർക്ക് ഈ ഗുണ്ടകളുമായി ഏതെങ്കിലും തരത്തിൽ ബന്ധമുണ്ടോ എന്നതൊക്കെ അടക്കമുള്ള കാര്യങ്ങൾ ഈ അതിജീവിത തന്നെയാണ് ആരോപണമായി ഉന്നയിച്ചത്. അത്തരത്തിലുള്ള ഒരു അന്വേഷണം നടക്കുന്നുണ്ട്. ഈ അതിജീവിതയോടൊപ്പം ജോലി ചെയ്തിരുന്ന ഈ സഹപ്രവർത്തകർക്ക് ഈ ഗുണ്ടകളിൽ ആരെങ്കിലുമായും ബന്ധമുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. മായ.